നമുക്കിന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഞ്ഞളി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എറണാകുളം ജില്ലയിലെ മഞ്ഞളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീരിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നാരങ്ങ നീര് നമുക്ക് പോരാമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. 1 കിലോ ചിക്കനുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കാം. ചിക്കൻ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചിക്കനെല്ലാം നമ്മളൊന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് 10 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കുക. അങ്ങനെ മൊത്തത്തിൽ 20 മിനിറ്റ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് കിടന്ന് ചിക്കനകത്തുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ചിക്കനെല്ലാം ഒന്ന് പറക്കി മാറ്റാം. പറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി ഒന്ന് മാറ്റി വയ്ക്കണം. ഗ്രേവി പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അതേ ഉരുളിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ 3 സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് ചൂടായി ഒതുങ്ങി കിട്ടിയപ്പോഴത്തേനും ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് റൗണ്ടിനരിഞ്ഞ് 2 പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്നും കൂടെ അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് മാറിയിട്ട് നല്ല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ടൊമാറ്റോ നീളത്തിലരിഞ്ഞ് ടൊമാറ്റോയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടാനും പിന്നെ നല്ല ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് തക്കാളിയും സവാളയും എല്ലാം നല്ല ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഞാനൊന്ന് മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലേശം മല്ലിച്ചപ്പൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് പുതിനയിലയുടെ ആവശ്യമില്ല. പുതിനയില നമ്മളിതിലേക്ക് ചേർക്കരുത്. അപ്പോൾ ഞാൻ ഈ ചിക്കനെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് തിളച്ച് വറ്റണം. നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് എടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചോറ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഏതാ എണ്ണയാണോ എടുക്കുന്നത് അത് മാത്രമേ നമ്മുടെ ചോറിനും ചേർക്കാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നല്ല നേരിയതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ല ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ല വറുത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ വറുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലയൊക്കെയാണ്. പെരിഞ്ജീരകം, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ചോറിന്. അപ്പം നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ആണെങ്കിൽ അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ കുതിരാൻ വേണ്ടി വെക്കണം. തിളച്ച് വന്ന വെള്ളത്തിൽ ഞാൻ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആയി കിട്ടാനുണ്ട്.
അപ്പോൾ അതാണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ്, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. നല്ലൊരു ഗ്രേവിയും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞാലി ബിരിയാണി എല്ലാവരും തയ്യാറാക്കി.